ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ എന്നുള്ളത് കോട്ടക്കുന്നാണ്. CNG ഓട്ടോ കൂട്ടായ്മേൻ്റെ ഒരു പ്രോഗ്രാമായിട്ടാണ് ഞങ്ങളുടെ അടിയിൽ വന്നിട്ടുള്ളത്. CNG ഓട്ടോ യാത്ര ചെയ്യാനും മറ്റുള്ളതിനും നല്ലൊരു സുഖമുള്ളൊരു വണ്ടിയാണത്. ഞങ്ങൾക്കുള്ളത് പ്രശ്നം എന്ന് വെച്ചാൽ മലപ്പുറത്ത് ഒരു പമ്പുള്ളൂ, കോടൂർ. അതിന് രാത്രിയൊക്കെ വരിന്നിട്ടാണ് നമുക്ക് കിട്ടാൻ. അപ്പം ഞങ്ങളുടെ കൂട്ടായ്മേൻ്റെ വീഡിയോ ഒക്കെ അധികൃതർ കണ്ടിട്ട് ഞങ്ങൾക്ക് അതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 50ഓളം വണ്ടികൾ ഞങ്ങൾ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ജില്ലയുടെ അകത്തും പുറത്തുമുള്ള കുറേ സുഹൃത്തുക്കളെ പരിചയപ്പെടാൻ സാധിച്ചു. അതായത് ഈ CNGനെ കൊണ്ട് കിട്ടിയൊരു ഗുണമാണത്. നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ പുറത്തുള്ള ആളുകൾ കുറേ ആളുകൾ വന്നിരുന്നു. പിന്നെ ഇന്ന് അവിടെ വന്ന ആളുകൾക്കുള്ള ഭക്ഷണം മറ്റുള്ള ഗിഫ്റ്റുകളൊക്കെ ഞങ്ങൾ വിതരണം ചെയ്തു. ഏതായാലും ഇത് നല്ലൊരു അനുഭവമായിട്ട് ഞങ്ങൾക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ ഈ സംഗമം ഇവിടെ ഒത്തുചേരാനുള്ളൊരു CNG കോട്ടയ്ക്ക് നമ്മുടെ മലപ്പുറം പ്രദേശത്ത് കുറച്ച് ഇറങ്ങിയതിന് ശേഷം കോട്ടക്കൽ, മലപ്പുറം, കുണ്ടോട്ടി, മഞ്ചേരി ഒരുവിധം എല്ലാ ഭാഗത്തുള്ള ആളുകളും ഒരു കണ്ട് പരിചയപ്പെട്ടതിന് ശേഷം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിന് ശേഷമുള്ള ഒരു സംഗമം ആദ്യമായിട്ട് നമ്മൾ കോട്ടക്കൽ മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ച് നിന്ന് ചേർന്ന് ഏകദേശം ഒരു 10-30 ആളുടെ മേലുണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് വരാൻ സാധിച്ചിട്ടില്ല. എങ്കിലും വല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ സംഗമം കഴിച്ചെല്ലാം സന്തോഷമായി പിരിഞ്ഞു. ഇതിനിപ്പോൾ കൂടുതലായിട്ടൊന്നും നമുക്ക് പറയാനില്ല. കോട്ടക്കുന്ന് ചരിത്ര സ്മാരകമായ സ്ഥലത്ത് ഇതൊരു ചരിത്ര സംഭവം കൂടി. CNG ഓട്ടോ കൂട്ടായ്മ മലപ്പുറത്തിൻ്റെ കീഴിൽ ഒരു ചെറിയ സംഗമം സംഘടിപ്പിച്ചു. ഏതായാലും നമുക്ക് പുതിയ സുഹൃത്തുക്കളെയും പുതിയ ആളുകളെയും കണ്ടുമുട്ടാനുള്ള അവസരം കിട്ടുകയും ചെയ്തു. CNG പറഞ്ഞാൽ നമുക്ക് ഗുണമുള്ളതുമാണ്, എന്നാൽ അതിലേറെ ദോഷമുണ്ട്. ദോഷം എന്ന് വെച്ചാൽ നമുക്ക് പമ്പുകളിൽ എണ്ണ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. മലപ്പുറത്ത് കൂടുതൽ മാത്രമേ ഉള്ളൂ പമ്പ്. പിന്നെ ഇവിടെ പുതിയ പുതിയ പമ്പുകളൊക്കെ വരുന്നത് ഭാവിയിൽ ഉഷാറായിട്ട് പോകും. പിന്നെ എന്ന് പറഞ്ഞാൽ മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം കിടക്കുന്ന വണ്ടികളാണ് ഈ കാണുന്നത്. വണ്ടികൾ നെല്ലും ഇറങ്ങുന്നുണ്ട്. ഈ കാറായാലും ബസ്സായാലും ലോറിയായാലും ഒക്കെ വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു കൂട്ടായ്മ കോട്ടക്കുന്ന് വെച്ച് ചേർന്നു. നമസ്കാരം. മലപ്പുറം നഗരത്തിലോടുന്ന, അതായത് മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തുള്ള CNG ഓട്ടോ ഡ്രൈവേഴ്സാണ് നമ്മുടെ ഇവിടെ മലപ്പുറം കോട്ടക്കുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം, നിലവിലെ സാഹചര്യത്തിൽ വണ്ടി കൊണ്ടു നടക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴാണ് ഒരു ലോഡോ അല്ലെങ്കിൽ 2 ലോഡോ ഇവിടെ പമ്പിൽ എത്തുന്നത്. മലപ്പുറത്ത് ആകെ കോടൂരിൽ മാത്രമാണ് പമ്പുള്ളത്, CNGൻ്റെ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷൻ ഉള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വളരെ ബുദ്ധിമുട്ടി രാത്രി അർദ്ധരാത്രിയിലൊക്കെ ആളുകൾ ഇവിടെ വന്ന് നിന്നിട്ടാണ് ഇതിന് ഗ്യാസ് അടിക്കുന്നത്. വളരെ ദുഷ്കരമായ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഓരോ തൊഴിലാളികളും അവനവൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ കൊറോണ മഹാമാരി കാലത്തും ഇത്രയും ഇടങ്ങാറായാൽ പല ബുദ്ധിമുട്ടും ക്ലേശങ്ങളും സഹിച്ചിട്ട് ഇങ്ങനെ വണ്ടി വാങ്ങി നടക്കുന്നത്. അപ്പോൾ അധികാരികൾ, ബന്ധപ്പെട്ട ഇതിൻ്റെ ആളുകൾ എത്രയും പെട്ടെന്ന് മലപ്പുറത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ CNG സ്റ്റേഷനുകൾ അനുവദിക്കണം. എന്നാലേ ഞങ്ങളെ ജീവിതത്തിനും യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും എല്ലാം ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നന്ദി, നമസ്കാരം. നമുക്ക് ഇപ്പം നിലവിലുള്ള അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് വേണ്ടത്ര നമുക്ക് അതിനുള്ള CNG നമുക്ക് കിട്ടുന്നില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആവശ്യമുള്ള നേരത്തെ ചെന്നാൽ നമുക്ക് എണ്ണ കിട്ടാത്തൊരു സാഹചര്യമാണ് എന്നുള്ളത്, ഗ്യാസ് കിട്ടാത്ത. അതിനെ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ പെട്ടെന്ന് തന്നെ അതിനെല്ലാ ഭാഗത്തും അതിനുള്ള പമ്പുകൾ വരികയും CNG സുലഭമായി കിട്ടാനുള്ളൊരു സംവിധാനം ബന്ധപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരികയും വേണം. ഒരുപാട് വണ്ടികൾ ഇപ്പോൾ CNG ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ CNGയിലേക്ക് വരൽ നിർബന്ധമായതുകൊണ്ട് വന്നതാണ്. കാരണം എൻ്റെ വണ്ടി 15 വർഷമായി പോകുന്ന വണ്ടി. അതിനിപ്പോൾ ടാക്സി പെർമിറ്റ് കിട്ടാത്ത ബുദ്ധിമുട്ടിയപ്പോൾ നമ്മൾ CNG എടുത്ത് നോക്കുമ്പോൾ വേണ്ടത്ര വണ്ടി എല്ലാം കൊണ്ടും വിജയം തന്നെയാണ്. പക്ഷേ എണ്ണൻ്റെ കാര്യത്തിൽ വളരെയധികം പ്രയാസം ആണ്, മറ്റു സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട്. ആ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്.